നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഒമാൻ പ്രവാസികൾക്ക് വെറും സ്വപ്നം മാത്രമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പലയിടങ്ങളിലും പലതരത്തിലും സ്വദേശവൽക്കരണം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒമാൻ. ഇതിലൂടെ പൂട്ടിടുന്നത് പ്രവാസികൾക്കാണ്. കൂടുതൽ തൊഴിൽ തസ്തികകളിലേക്ക് സ്വദേശവൽക്കരണം നടപ്പിലാക്കണമെന്ന് ഒമാൻ ഷൂറ കൗൺസിലിന്റെ ശുപാർശ. അംഗീകാരത്തിനായ വിഷയം മന്ത്രിസഭയുടെ പരിഗണനയിലാണെന്നും ഷൂറ കൗൺസിൽ വ്യക്തമാക്കി. ശുപാർശ നടപ്പാക്കുന്ന പക്ഷം മലയാളികളടക്കം നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകും. ലാബ് ടെക്നീഷ്യൻ, ഫിസിയോതെറാപ്പി ടെക്നീഷ്യൻ, നഴ്സിംഗ് ജോലികൾ, ഫാർമസി ജോലികൾ, എക്സ്റേ ടെക്നീഷ്യൻ, സൂപ്പർവൈസർ, ഹെൽത്ത് ഒബ്സർവർ തുടങ്ങിയ തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ഷൂറ കൗൺസിലിന്റെ നിർദ്ദേശം. രാജ്യത്തെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും വിദേശികളെ ഒഴിവാക്കിക്കൊണ്ട് സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുവാനാണ് ഷൂറ ലക്ഷ്യമിടുന്നത്. ഈ വിഭാഗങ്ങളിൽ ധാരാളം സ്വദേശികൾ തൊഴിൽ രഹിതരായി രാജ്യത്തുണ്ടെന്നാണ് കൗൺസിലിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ നിന്നും വിദേശി അധ്യാപകരെ ഒഴിവാക്കാനും മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ സ്വദേശവൽക്കരണം ഈ വർഷം 44.1% പാലിക്കണമെന്നാണ് സർക്കാർ തീരുമാനം. ചരക്ക് നീക്ക രംഗത്ത് 20%, വ്യവസായ മേഖലയിൽ 35% സ്വദേശവൽക്കരണമാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. മലയാളികളടക്കം നിരവധി പ്രവാസികൾ ജോലി ചെയ്തു വരുന്ന വിവിധ മേഖലകളിലാണ് സ്വദേശവൽക്കരണം പുരോഗമിച്ചു വരുന്നത് തന്നെ.